السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم اجعلنا من عباد الله الصالحين اجعلنا من عباد الله المتقين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. ഇസ്ലാമിക കോടതികളിലെ നിയമ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലെ ഷാഫിക്കെതിരെ, ഷാഫി സാഹിബിനെതിരെ ഒരാൾ കേസ് കൊടുത്തു, അയാൾ എനിക്ക് 10,000 രൂപ തരാനുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടിയെക്കുറിച്ചാണ് ഇന്നത്തെ പാഠം. ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ നിങ്ങളെ കോടതി വിളിപ്പിക്കുമല്ലോ, അപ്പോൾ നിങ്ങളെന്താ മറുപടി കൊടുക്കുക? കൊടുക്കാനുണ്ട് എന്ന് സമ്മതിച്ചാൽ തരേണ്ടി വരും. മറുപടി ഒന്നും തരാതെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഷാഫി, നിനക്കെന്താ പറയാനുള്ളത്? ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം, അപ്പം ഖാളി പറയും, നീ എന്ത് ചെയ്യണം? മറുപടി പറയണമെന്ന് പറയും. എന്നിട്ടും മിണ്ടാതൊക്കെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം തരാനില്ല എന്ന് പറയുന്നു എന്നാണ്. അപ്പം അയാളോട്, ഷാഫിനോട് സത്യം ചെയ്യാൻ പറയും, വല്ലാഹി ഞാൻ കൊടുക്കാനില്ല. എന്നിട്ടും സത്യം ചെയ്യാനും തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ ഷാഫിൻ്റെ പേര് നാക്കിരി എന്നാണ്. ഷാഫി ഇപ്പം മുദ്ദഅ അലൈഹിയാണ്, പ്രതിയാണ്, ഞാൻ വാദിയാണ്. അപ്പോൾ പിന്നെ ഈ വാദിച്ച ഞാൻ തന്നെ എന്ത് ചെയ്യും? സത്യം ചെയ്യും. എന്നിട്ട് ഷാഫി സാഹിബ് എനിക്ക് ആ പൈസ തരേണ്ടി വരും. അല്ലെങ്കിൽ ഷാഫി സാഹിബ് സത്യം ചെയ്യണം, ഞാൻ കൊടുക്കാനില്ല. ഇതെവിടെയാണ്? ഞാൻ ഷാഫി സാഹിബ് എനിക്ക് 10,000 രൂപ തരാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് സാക്ഷികളൊന്നും ഇല്ലാത്തിടത്താണ് ഈ പറയുന്നത് കേട്ടോ. സാക്ഷികളുണ്ടെങ്കിൽ പിന്നെ സാക്ഷിയുടെ അടിസ്ഥാനത്തിലാണ് വാദിക്കുക, വിധി പറയുക. വസുൻ ഇദാ ഖറൽ മുദ്ദഅ അലൈഹി സമ്മതിച്ചാൽ സബത്തൽ ഹഖു, അവിടെ ഹക്ക് സ്ഥിരപ്പെട്ടു, അവിടെ വിധി പോലും പറയേണ്ടതില്ല. വൈൻ സക്കത്താനിൽ ജവാബിന് മുദ്ദഅ അലൈഹി മറുപടി പറയാതിരുന്നാൽ അമറുഹുൽ ഖാദി ബിഹി, മറുപടി പറയാൻ ഖാദി കൽപ്പിക്കും. ഫൈൻ സക്കത്ത, എന്നിട്ടും മുദ്ദഅ അലൈഹി മൗനം പാലിക്കുകയാണെങ്കിൽ ഫകമുൻകിരിൻ, അവൻ ആ വാദത്തെ എതിർക്കുന്നത് പോലെയാണ്. അങ്ങനെ ആകുമ്പോൾ അവനോട് സത്യം ചെയ്യാൻ പറയും. ഫൈൻ സക്കത്ത, അപ്പോഴും അവൻ സത്യം ചെയ്യാൻ പറഞ്ഞിട്ടും അവൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, സത്യം ചെയ്യാനും സമ്മതിക്കുന്നില്ലെങ്കിൽ ഫനാക്കിലുൻ, അവൻ സത്യം നിരസിച്ചവനാണ്. അങ്ങനെ ആകുമ്പോൾ മുദ്ദായി സത്യം ചെയ്യും, വല്ലാഹി എനിക്ക് ഷാഫി സാഹിബ് 1,00,000 രൂപ തരാനുണ്ട് സത്യം ചെയ്യും. അങ്ങനെ ആ പൈസ കൊടുക്കുകയും ചെയ്യേണ്ടി വരും. ഇനി ഷാഫി സാഹിബ് ഇതിനത് എനിക്ക് 1,00,000 തരാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറുപടി എങ്ങനെ തരേണ്ടത്? 1,00,000 ഇല്ല, 1,00,000-ൽ കുറച്ചുമില്ല എന്ന് തന്നെ പറയണം. 1,00,000 അല്ല എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അതിൽ കുറച്ചുണ്ട് എന്നൊക്കെ വരുമല്ലോ, 50,000 ഉണ്ട് എന്നൊക്കെ വരുമല്ലോ. അപ്പം കൃത്യമായ മറുപടി ആയിരിക്കണം. ഫൈൻ ഇദ്ദഅ അപ്പോൾ ഷാഫിക്കെതിരെ ഒരു 10 രൂപയാണ് വാദിച്ചതെങ്കിൽ ലം യക്ഫി, മറുപടിയിൽ മതിയാകൂല. എന്ത്? ലാ തൽസമുനി, എനിക്ക് 10 രൂപ കൊടുക്കൽ നിർബന്ധമല്ല, 10 രൂപ കൊടുക്കാൻ എനിക്ക് ബാധ്യതയില്ല എന്ന് മാത്രം പറയാൻ മതിയാവൂല. ഹത്താ യഖൂല, അവൻ പറയണം വലാ ബഅ്ളുഹാ, 10 10ൻ്റെ ഒരു ഭാഗവുമില്ല എന്ന് സത്യം ചെയ്യണം. വഖദാ യുഹല്ലിഫു, അങ്ങനെ തന്നെയാണ് സത്യം ചെയ്യുമ്പോഴും വല്ലാഹി ഞാൻ 10 രൂപയോ അതിൽ കുറച്ചോ കൊടുക്കാനില്ല എന്നാണ് സത്യം ചെയ്യേണ്ടത്. ഇനി ഞാൻ ഷാഫി സാഹിബിനെതിരെ 1,00,000 തരാനുണ്ട് എന്നല്ല മാത്രമല്ല വാദിച്ചത്, കടം വാങ്ങിയ വകയില്ലെന്നാണ് പറഞ്ഞതെങ്കിൽ ഇല്ല, ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മതിയാവും. ഔ മാലൻ, ഇനി ഒരാൾ സമ്പത്താണ് ഒരാൾക്കെതിരെ വാദിച്ചതെങ്കിൽ മുലാഫല്ലി സബബിൻ, ഒരു കാരണത്തിലേക്ക് ചേർത്തിക്കൊണ്ട് കടം വകുപ്പിൽ, പണയം വകുപ്പിൽ, കച്ചവടം വകുപ്പിൽ എന്നിങ്ങനെ ഒരു കാരണത്തേക്ക് ചേർത്തിക്കൊണ്ടാണ് സമ്പത്ത് വാദിച്ചതെങ്കിൽ അക്റൽ തുക, ഞാൻ നിനക്ക് കടം തന്നു ഇത്ര എന്ന് പറഞ്ഞാൽ കഫാഹു, മറുപടിയിൽ എന്ത് മതി? ലാ തസ്തഹിഖു അലയ്യ ശൈഅൻ, അയാൾക്ക് ഞാൻ ഒന്നും നൽകാനില്ല എന്ന് സത്യം ചെയ്താൽ മതിയാകും. വലൗ അസറൽ മുദ്ദഇ
അലാ സുകൂത്തിൻ അൻ ജവാബിൻ വലു അസറൽ മുദ്ദഅലി മുദ്ദഅലൈഹി ഉറച്ചു നിന്നു അലാ സുകൂത്തിൻ അൻ ജവാബിൻ മറുപടി കൊടുക്കാതെ മുദ്ദഅലൈഹി ഉറച്ചു നിന്നാൽ, വാദത്തിന് മറുപടി കൊടുക്കാതെ മുദ്ദഅലൈഹി ഉറച്ചു നിന്നാൽ ഫനാക്കിലുൻ അവൻ അതിനെ നിരസിച്ചവനാണ്. അപ്പോൾ മറ്റേയാൾക്ക് സത്യം ചെയ്യാൻ അവസരമുണ്ടാകും. ഇനി മറ്റൊരു മസ്തല, ഞാനും ഷാഫി സാഹിബും കൂടി വാദിച്ചു, എന്ത്, ലത്തീഫ് സാഹിബിൻ്റെ കയ്യിലുള്ള പൈസ അയാൾക്ക് തരാനുണ്ട് എന്ന്. ലത്തീഫ് സാഹിബിൻ്റെ കയ്യിലുള്ള കാർ എൻ്റെതാണ് എന്ന് ഞാൻ, ഷാഫി സാഹിബനാണ് ഷാഫി സാഹിബിൻ്റെതാണ്. ഓരോരുത്തരും തെളിവ് നിരത്തിയാൽ പിന്നെ രണ്ടാൾക്കും കിട്ടൂല. വൈനിദ്ദാനി ഓരോ രണ്ടുപേര് വാദിച്ചു ഷൈഅൻ ഫി യദി സാലിസിൻ, മൂന്നാമതൊരാളെ കയ്യിൽ ഒരു വസ്തുവിനെതിരെ ഒരു വസ്തുവിന് അവകാശം കൊണ്ട് വാദമുന്നയിച്ചാൽ വാഖാമ ബയ്യിനത്ത് രണ്ടുപേരും തെളിവ് നിർത്തുകയും ചെയ്താൽ സഖതത ആ രണ്ട് സാക്ഷികളും അസാധുവായി തീരുന്നതാണ്. ഔ ബിയദിഹിമ, ഇനി രണ്ടുപേരും വാദിച്ച് രണ്ടാളെയും കയ്യിലുള്ള സാധനത്തിനെ കുറിച്ച് രണ്ടാളുടെയും കയ്യിലുള്ള സാധനം കുറിച്ച് വാദിച്ചു. രണ്ടുപേരും തെളിവിന് നിരത്തി, എൻ്റെ കയ്യിലുള്ള സാധനം എന്ത്, ഷാഫിൻ്റെതാണ് ഷാഫിൻ്റെ കയ്യിലുള്ള സാധനം എൻ്റെതാണ് ഞാൻ. അങ്ങനെ ആയാൽ ഔ ബിയദിഹിമ ബഹുബലുഹുമ, അത് രണ്ടുപേർക്കുമുള്ളതാണ്, വിട്ടുകൊടുക്കൊന്നും വേണ്ട. ഔ ബിയദി അഹദിഹിമ, ഇനി രണ്ടാളൊരാളുടെ കയ്യിലുള്ള വസ്തുവിനെ കുറിച്ചാണ് വാദിച്ചതെങ്കിൽ, എൻ്റെ കയ്യിലുള്ള സാധനത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെതാണ്, ഷാഫി സാഹിബ് പറയുന്നത് അത് എൻ്റെതാണ്. അപ്പം എൻ്റെ കയ്യിലാണല്ലോ ഉള്ളത്, രണ്ടു പേർക്കും തെളിവുണ്ടെങ്കിൽ എൻ്റെ തെളിവിൻ്റെ സാക്ഷിനെ മുദ്ദിക്കാൻ എൻ്റെ കയ്യിലാണല്ലോ സാധനം ഉള്ളത്. ഔ ബിയദി അഹദിഹിമ, രണ്ടാളൊരാളുടെ കയ്യിലുള്ള സാധനത്തിനെ കുറിച്ച് രണ്ടുപേരും വാദം ഉന്നയിച്ചാൽ, എൻ്റെ കയ്യിലുള്ള സാധനത്തെ കുറിച്ച് ഞാൻ എൻ്റെതാണെന്ന് പറയുന്നു, ഷാഫി സാഹിബ് പറയുന്നു അല്ലാതെ എൻ്റെതാണെന്ന്. പക്ഷെ എൻ്റെ കയ്യിലുള്ള സാധനമാണ്, ഷാഫി സാഹിബിൻ്റെ കയ്യിലുള്ളതല്ല. അപ്പോൾ ഖുദിമത്ത് ബയ്യിനത്തുഹു, അവിടെ എന്ത് ചെയ്യും, ആരെ കയ്യിലാണോ വസ്തു ഉള്ളത് അയാളുടെ സാക്ഷികളെയാണ് മുന്തിക്കുക. എപ്പോൾ ഈ നഖാമഹ ബഅദ ബയ്യിനത്തിൽ ഖാരിജി, ഖാരിജിൻ്റെ ബയ്യിനത്തിന് ശേഷമാണ് തെളിവ് നടത്തിയത് എങ്കിൽ, ഈ വസ്തു കയ്യിലുള്ള ആളെ പേര് ദാഖിൽ എന്നാണ്, വസ്തു കയ്യിലില്ലാത്ത ആളെ പേര് ഖാരിജ് എന്നാണ്. അപ്പോൾ ഖാരിജ് തെളിവ് നിർത്തിയതിന് ശേഷമാണ് ദാഖിൽ തെളിവ് നിരത്തിയതെങ്കിൽ, കൈവശമുള്ള ആൾ തെളിവ് നിരത്തിയതെങ്കിൽ അവിടെ കൈവശമുള്ള ആളെ വാദമാണ് സ്വീകരിക്കുക. ഫുറോൻ, ഇനി രണ്ടുപേരും സാക്ഷികളെ കൊണ്ടുവന്നു. രണ്ടുപേരും കൊണ്ടുവന്ന സാക്ഷികളെ, ഒരു സാക്ഷി ഡേറ്റ് നേരത്തെ പറഞ്ഞാൽ ജനുവരി 1 എന്നാണ് വിറ്റു എന്നാണ് പറയുന്നത്, മറ്റേ ആൾ പറയുന്നത് ജനുവരി 30 എന്നാണ്. തുറജ്ജഹു ബി താരിഖിൻ സാബിഖിൻ, ആ മുന്നിലുള്ള ചരിത്രം താരിഖ് ഡേറ്റ് കൊണ്ട് സാക്ഷികൾ എന്താവും, മുന്തിക്കപ്പെടും. പരസ്പരം എതിര് പറയുമ്പോൾ വിറ്റിട്ടുണ്ട് വിറ്റിട്ടില്ല എന്നൊക്കെ രണ്ടുപേരും സാക്ഷികൾ വരുത്തുമ്പോൾ ആദ്യം പറഞ്ഞ ഡേറ്റ് ആരെയാണ് മുന്തിക്കുക. അതുപോലെ ഒരാൾ രണ്ട് സാക്ഷികളെ കൊണ്ടുവന്നു, മറ്റേ ആൾക്ക് ഒരു സാക്ഷിയും പിന്നെ വല്ലാഹി എന്നുള്ള സത്യമുള്ളെങ്കിൽ രണ്ട് സാക്ഷികളെ മുന്തിക്കുക. വബി ഷാഹിദൈനി, രണ്ട് സാക്ഷികളുള്ള വാദത്തെ മുന്തിക്കും. അലാ ഷാഹിദിമായ മീനിൻ, ഒരു സാക്ഷിയും പിന്നെ വല്ലാഹി എന്ന സത്യവും ഉള്ള കക്ഷിയേക്കാൾ. അതേസമയത്ത് ലാബിസിയാത്തിന് ഒരാൾ 3 സാക്ഷികൾ കൊണ്ടുവന്നു, മറ്റേ ആൾ 2 സാക്ഷികൾ കൊണ്ടുവന്നു എന്നുള്ളത് പരിഗണിക്കപ്പെടില്ല. ലാബിസിയാദത്തി ഷുഹൂദിൻ, സാക്ഷികൾ കൂടി എന്നതുകൊണ്ട് അതൊരു വാദത്തെ പ്രബലപ്പെടുത്തുന്നില്ല. വലാ മുഅദ്ദിഖത്തുൻ അലാ മുത്ലഖത്തിൻ, തീരെ ഡേറ്റ് പറയാത്ത സാക്ഷിയേക്കാൾ ഡേറ്റ് പറഞ്ഞ സാക്ഷിയെ മുന്തിക്കപ്പെടില്ല. 2 തീയതി പറഞ്ഞാൽ അവിടെ ആദ്യം പറഞ്ഞ തീയതിനെയാണ് പറഞ്ഞ സാക്ഷികളെ മുന്തിക്കുക. മുത്തലഖത്ത് പറയുമ്പോൾ തീരെ ഡേറ്റ് പറയാതെ എന്ത് ചെയ്തു, അയാൾ എന്നോട് പൈസ കടം വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ മറ്റേ ആൾ പറഞ്ഞ കടം വീട്ടിയിട്ടുണ്ട്, വല്ല 2 സാക്ഷി നിർത്തി. അപ്പോൾ ഒരാൾ ഡേറ്റ് പറഞ്ഞ ആളെ തീരെ പറയാത്ത ആളേക്കാൾ മുന്തിക്കൂല.
ഫുറോൻ കുറേ ഉപകാര്യങ്ങളാണ്. വലവിത്തായ ഷെയ്യം വേദി സാലിസിൻ, മൂന്നാമതൊരാളെ കയ്യിലുള്ളൊരു വസ്തു രണ്ടുപേര് വാദിച്ചാൽ, സെയ്ദിൻ്റെ കയ്യിലുള്ള സാധനത്തിനെതിരെ ഞാനും ലത്തീഫ് സാഹിബ് വാദിച്ചു. വാക്കാമ കുല്ലും ബയ്യനത്തൻ, ലത്തീഫ് സാഹിബ് തെളിവ് നിരത്തി, ഞാനും തെളിവ് നിരത്തി. വാക്കാമ കുല്ലും ബയ്യനത്തൻ അന്നഹുസ്തറാഹു, അവനത് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെതാണ് സാധനം, ഞാൻ സെയ്ദിൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. ലത്തീഫ് സാഹിബ് പറയുന്നു ഞാനത് വാങ്ങിയിട്ടുണ്ട്, ഇതാണ് സാധനം. അപ്പോൾ ഓരോരുത്തരും തെളിവ് നിരത്തിയാൽ അന്നഹുസ്തറാഹു, അയാളിന്ന് വാങ്ങിയിട്ടുണ്ട്, വില കൊടുത്തിട്ടുണ്ട് എന്ന്. ഫൈൻ ഇഖ്തറബ താരിഖുഹുമ, അപ്പോൾ ഡേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഹുക്കിമ ബിൽ അസ്ബഖി, ആ ഡേറ്റ് വാങ്ങിയെന്ന് ഡേറ്റ് ആദ്യം പറഞ്ഞ ഡേറ്റിലുള്ള സാക്ഷികളുണ്ടല്ലോ അവരോട് വിധിക്കപ്പെടുക, അവർക്ക് വേണ്ടിയാണ് കോടതി വിധിക്കുക. അപ്പം 30-ാം തീയതി വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സാക്ഷി ഉണ്ടല്ലോ, ആ സാക്ഷിനെയാണ് 1-ാം തീയതി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന സാക്ഷിനെയാണ് 5-ാം തീയതിയോ 10-ാം തീയതിയോ ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന മറ്റേ സാക്ഷികളെക്കാണ് വിധിക്കുക. ഇല്ല, ഡേറ്റൊന്നും വ്യത്യാസമല്ല, ഒരേ ഡേറ്റാണ് രണ്ട് സാക്ഷികളും പറയുന്നതെങ്കിൽ സഖത്തത്ത് ആ രണ്ട് സാക്ഷികളുടെയും സാധുത നഷ്ടപ്പെടും. ഇനി വാപ്പ മരിച്ചു, മക്കൾ തർക്കം, ഈ സ്വത്ത് വാപ്പാൻ്റെതായിരുന്നു. ഒരു മകൻ പറഞ്ഞു എൻ്റെതാണ്, അല്ല വാപ്പാൻ്റെതായിരുന്നു, വാപ്പാൻ്റെതാവുമ്പോൾ അനന്തര സ്വത്ത് ഒരേക്കാൻ ഉണ്ടാവുമല്ലോ, എന്താ ചെയ്യുക? വലവിദ്ദാവു മാലല്ലി മോരിസിയും, അവർക്ക് അനന്തരം എടുപ്പിച്ച ഒരാൾക്ക് ഇവിടെ സ്വത്താണ് എന്ന് അനന്തരാവകാശികൾ വാദിച്ചാൽ, വാക്കാമു ഷാഹിദൻ, ഓരോരുത്തരും സാക്ഷികൾ നിർത്തുകയും ചെയ്താൽ, വഹലഫ ബഅ്ലുഹും, അങ്ങനെ സാക്ഷി നിർത്തുകയും അതോടുകൂടെ എന്ത് ചെയ്തു, ചില ആൾക്കാരൊക്കെ വല്ലാഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്യാൻ തയ്യാറാവുകയുമാണെങ്കിൽ അഖദ നസീബഹു, അയാളുടെ വിഹിതം അയാൾക്കതിൽ നിന്നെടുക്കാം. വലാ ഇഷാറഖു ഫീഹി, അതിലെന്ത് ചെയ്യാൻ പറ്റൂല, പങ്കാളിത്തം ഉണ്ടാകുന്നതല്ല, മറ്റുള്ളവർക്ക് പങ്കാളിത്തം ഉണ്ടാവില്ല. ബാക്കിയുള്ള ആൾക്കാർക്കെങ്കിലും പങ്കാളിത്തം ഉണ്ടാവില്ല. ആരാണോ സാക്ഷി നിർത്തി വല്ലാഹി ഇത് വാപ്പാൻ്റെ സ്വത്താണ് സത്യം ചെയ്തത്, അവർക്ക് അതിൽ നിന്ന് എത്രയാണോ അനന്തരമായിട്ട് ഓരി വെക്കുമ്പോൾ കിട്ടുക അത് അയാൾക്ക് എടുക്കാം. അതിന് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൂടാൻ പറ്റൂല. ബാക്കിയുള്ളവർ സത്യം ചെയ്യുകയാണെങ്കിൽ കിട്ടും, മറ്റുള്ളവർക്ക് കിട്ടണമെങ്കിൽ വല്ലാഹി സത്യം ചെയ്താൽ മതി. ഇനി ഷഹാദാത്തിൻ്റെ പാഠമാണ്. സാക്ഷികൾ നിൽക്കണം എന്ന് പറഞ്ഞില്ലേ, സാക്ഷികൾ കോടതിയിൽ, ഇസ്ലാമിക കോടതിയിലെ സാക്ഷികൾ എങ്ങനെയാണ്? ആ ഷഹാദത്ത് റമദാൻ റജുൽ, റമദാൻ മാസം സ്ഥിരപ്പെടാൻ ഒരൊറ്റ സാക്ഷി മതി. കാരണം അത് നോമ്പിൻ്റെ കാര്യമാണ്, 2-3 ആൾക്കാർ കാണുമെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. വലി സിനൻ, വ്യഭിചാരം കോടതിയിൽ സ്ഥിരപ്പെടാൻ 4 പേര് വേണം. വലി മാലിൻ വമാ കുസിത ബിഹി മാലുൻ, സമ്പത്ത് ലക്ഷ്യമാക്കപ്പെടുന്നതും മായ കേസുകളിൽ വിധി സ്ഥിരപ്പെടുന്നതിന് കബൈൻ, കച്ചവടം, വറഹിനി, പണയം പോലെയൊക്കെ ഉള്ളതിൽ എന്ത് റജുലാൻ, 2 പുരുഷന്മാർ സാക്ഷി നിൽക്കണം. ഔ റജുലും അമ്രാത്തന, അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീയും. ഔ റജുലും ബൈമീൻ, അല്ലെങ്കിൽ ഒരു പുരുഷനും പിന്നെ ആ വാദിക്കുന്ന ആളുടെ സത്യവും. 2 സ്ത്രീകൾ പോരാ. വലിയ ഗൈരി ദാലിക, ഇതൊന്നുമല്ലാത്തുണ്ടല്ലോ, ഇപ്പോൾ കള്ളുടിച്ചതിൻ്റെ, കളവ് നടത്തിയതിൻ്റെ ശിക്ഷ, വിചാരാരോപണം നടത്തിയതിൻ്റെ, ഇങ്ങനെയൊക്കെ ഉള്ളത് മിമ്മാ യദ്ഹറു ലിജാലി ഖാലിബൻ കനികാഹിം വതലാഖ മൈതഖിൻ റജലാനി, ഇതല്ലാത്ത പുരുഷന്മാർ മിക്കവാറും കാണുന്ന വസ്തുക്കളില്ലേ, മിമ്മാ യദ്ഹറു ലിജാലിൻ ഖാലിബൻ, മുകളിൽ പറഞ്ഞതല്ലാത്ത മിമ്മാ യദ്ഹറു ലിജാലിൻ ഖാലിബൻ, സാധാരണ പുരുഷന്മാർക്ക് കാണാൻ പറ്റുന്ന അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളിലെ നിക്കാഹ്, ത്വലാഖ്, നിക്കാഹിൻ്റെ ഫസ്ഖ്, ഇത്ഖ്, പ്രായപൂർത്തി, ഇതൊക്കെ റജുലാനി 2 പുരുഷന്മാരാണ്. വലിയമായ സ്ത്രീകൾ സാധാരണ കാണുന്ന കേസുകളിൽ അവിടെ സാക്ഷികൾ വിലാദത്തും, പ്രസവം, ഹയദ്, കന്യകത്വം, മുലകുടി, സ്ത്രീകളെ വസ്ത്രത്തിൻ്റെ ചോട്ടിലുള്ള അയ്ബ് തുടങ്ങിയിട്ടുള്ളതൊക്കെ 4 സ്ത്രീകളോ ഔ റജുലാനി, അല്ലെങ്കിൽ 2 പുരുഷന്മാരോ, ഔ റജുലും അമ്രത്താനി, അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീയോ ആണ്. ആരെങ്കിലും പോയി കോടതി സാക്ഷിക്കാൻ പറ്റൂല. അപ്പോൾ ശുരിത്ത ഫി ഷാഹിദിന്, സാക്ഷികളുടെ നിബന്ധന തക്ലീഫിനും ബുദ്ധിയും പ്രായപൂർത്തിയും വേണം, ഹുറിയത്തിനും സ്വതന്ത്രനായിരിക്കണം, അടിമകൾക്ക് പറ്റൂല. അപ്പോൾ മുറുവത്തിന് വ്യക്തിത്വം ഉണ്ടാവണം, വഅദാലത്ത് നീതിയും വേണം. വ്യക്തിത്വം ഇല്ലാത്ത, വ്യക്തിത്വം കളഞ്ഞു കുളിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പറ്റൂല, സാക്ഷിക്ക് സ്വീകരിക്കൂല. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ശത്രഞ്ച് കളിക്കുക, നൃത്തം ചെയ്യുക, അതുപോലെ തന്നെ ആൾക്കാരെങ്ങനെ ചിരിപ്പിക്കുന്ന ഡയലോഗ് അടിക്കുക, ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഭാര്യയെ ചുംബിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉസ്താദുമാരൊക്കെ എന്ത് ചെയ്യുക, തുണിയൊക്കെ മടക്കുത്തി പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പെട്ടതാണ്. മുറുവത്ത്, ആളുകൾക്കിടയിൽ മോശമായി കാണുന്ന, ന്യൂനതയായി കാണുന്ന ആളുകൾ അയ്യേ മോശം എന്ന് പറയുന്ന രീതിയിലുള്ള എന്ത് ചെയ്യരുത് പ്രവർത്തികളാണ്. ഇതിൻ്റെ വിശദീകരണം സറഹ് നോക്കുക.
അപ്പം നീതി അങ്ങനെ അദാലത്ത് അതിൽ കുറേ കാലയിൽ കേൾക്കാൻ തുടങ്ങിയത് എങ്ങനെ ഉണ്ടാകുക? വിജിത്നാബി കബീറത്തിന് വൻദോഷങ്ങൾ മുഴുവനും വെടിയണം. വൻദോഷം ചെയ്ത ആൾ അതിലല്ല. കൊലപാതകം, വ്യഭിചാരം, പലിശ തിന്നുക, എത്തിങ്ങളൊക്കെ തീമക്കളെ സ്വത്തുന്നുക, അതുപോലെ തന്നെ അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുക, കുടുംബബന്ധം മുറിക്കുക, ഒക്കെ വൻദോഷം. കുടുംബബന്ധം മുറിക്കൽ വൻദോഷമാണ് കേട്ടോ. കബീറത്ത ഓരോ കോടതിയിൽ സാക്ഷ്യത്തിന് ഉപയോഗിക്കില്ല. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് കുടുംബബന്ധം മുറിച്ചോ അല്ലെ കേസും ഉണ്ടോ എന്ന് കോടതി അന്വേഷിച്ചാൽ ഇയാളെ ഉണ്ടെന്ന് സ്ഥിരപ്പെട്ട കോടതി ഇയാളെ കേസ് തള്ളും. ശ്രദ്ധിക്കണത്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക വൻദോഷമാണ്. മാതാപിതാക്കളെ ഇടങ്ങാറാക്കൽ വൻദോഷമാണ്. അങ്ങനെ ഫർദ് നിസ്കാരം നഷ്ടപ്പെടുത്തുക വൻദോഷമാണ്. സക്കാത്ത് എന്ത് ചെയ്യുക? പിന്തിക്കാൻ നമീമത്ത് പറയാം. അള്ളാൻ്റെ ദീനിനെ വില കൽപ്പിക്കുന്ന ഒരാൾ എന്ന് പറയുന്ന പ്രവർത്തനം, അള്ളാൻ്റെ ദീനിന് വില കൽപ്പിക്കാത്ത ഒരാൾ, മതബോധം പറ്റ കുറഞ്ഞ ആളാണ് എന്ന് പറയുന്ന എല്ലാ ദോഷങ്ങളും. പിന്നെ വിസാറന സഹീറത്തും ചെറുദോഷങ്ങൾ നിത്യമാവുന്നതും ഉപേക്ഷിക്കുക. ഒരു ചെറുദോഷം ചെയ്തുകൊണ്ട് ഒരാളുടെ നീതി നഷ്ടപ്പെടൂല. ചെറുദോഷത്തിൽ ഇങ്ങനെ ഉറച്ച് ഒരു ദോഷം തന്നെ സ്ഥിരമായിട്ട് ചെയ്യുക. ഇസ്റാറനല്ല സഹീറ, ചെറുദോഷം സ്ഥിരമാക്കുക. നമ്മളിങ്ങനെ പറഞ്ഞ സ്വഭാവമുണ്ട്, ഗൈബത്ത് ഇങ്ങനെ പറഞ്ഞ സ്വഭാവമുണ്ട്. ആലിമീങ്ങൾ ഗൈബത്താറിൽ വൻദോഷമാണ്, അല്ലാത്ത ചെറുദോഷമായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് ചെറുദോഷങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അയാളൊന്നും കോടതിയിൽ എന്ന് വെച്ചാൽ അയാളെ ഇബാദത്തിനേക്കാൾ കൂടുതൽ അയാളുടെ ദോഷങ്ങൾ വരിക എന്നർത്ഥം. ഇബാദത്ത് കൂടി ദോഷം കുറയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അജനബിയത്തായ സ്ത്രീയെ നോക്കുക ചെറുദോഷമാണ്. അല്ലെങ്കിൽ അതിലല്ലെങ്കിൽ പിന്നെ ഫാസിഖ് എന്നാ പറയട്ടോ. അതിൽ ഫാസിഖ്, ഫിസ്ഖ് ഇങ്ങനെ പറയാം. തൊടുക, റജീയത്തിന് വത്ത് ചെയ്യുക, മുസ്ലിമായ മനുഷ്യനോട് 3 ദിവസം മിണ്ടാതെക്കുക, കള്ള് വിൽക്കുക. കള്ള് കുടിക്കൽ വൻദോഷമാണ്, കള്ള് വിൽക്കൽ ചെറുദോഷമാണ്. അതുപോലെ തന്നെ പിന്നെ എന്താ, പട്ടുവസ്ത്രം ധരിക്കുക, നുണ പറയുക, ക്ഷപിക്കുക, മൃഗങ്ങളൊക്കെ ലഅനത്ത് ചെയ്യുക, അല്ലെങ്കിൽ കാഫിറിനെ ലഅനത്ത് ചെയ്യുക, ഇതൊക്കെ ചെറുദോഷമാണ്. ലഅനത്ത് ചെയ്യാൻ പാടില്ലല്ലോ. അയബ് പറയാതെ അയബുള്ള സാധനം വിൽക്കുക. വെറുതെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യുക? ഖൽവത്തിൽ ഔറത്ത് ഒളിവാക്കുക. ആവശ്യമില്ലാതെ ഖൽവത്തിൽ ഔറത്ത് ഒളിവാക്കൽ ചെറുദോഷമാണ് കേട്ടോ. അതേമാതിരി അങ്ങനെയുള്ള കളികളൊക്കെ. ഗീബത്ത് പറയുക, ഗീബത്ത് പറയുമ്പോൾ മിണ്ടാതെക്കുക, ഒക്കെ ചെറുദോഷമാണ്. ഗീബത്ത് പറയുമ്പോൾ മിണ്ടാതെക്കുക. ചില ആൾക്കാർ പറയുന്നുണ്ട് വൻദോഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ. ശിത്രഞ്ച് കളിക്കുക ഒക്കെ റാഹത്താണ്. പൈസ ചിറ്റാണെങ്കിൽ ഹറാമാകും. ഖിമാർ എന്ന് പറയുന്ന അവസ്ഥയിൽ വരും. രണ്ടാളോ രണ്ടിലോ ഒരാളോ ഒക്കെ പൈസ വെച്ചിട്ടുള്ള ശിത്രഞ്ച് പോലെയുള്ള കളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെറുദോഷമാണ്. അങ്ങനെ കുറേ സ്ഥലത്തുണ്ട്. വായതുമു തുഹമത്തിൻ, അയാളെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. സാക്ഷികളെക്കുറിച്ച് തെറ്റിദ്ധാരണ വന്നാൽ ഇപ്പോൾ തുറദ്ദു, അപ്പം പിന്നെ ഷഹാദത്ത് തള്ളപ്പെടും. ഇത് റഖീഖിഹി, അടിമക്ക് വേണ്ടി, സ്വന്തം അടിമക്ക് വേണ്ടി അനുകൂലമായിട്ട് വാദിച്ചാൽ തള്ളപ്പെടും. ഒലി ബാദിഹി, അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, അങ്ങനെ ബാദ് എന്നറിയാം. വലി ബാദിഹി, മക്കൾക്ക് വേണ്ടി. ലാ അലിഹി, അവർക്കെതിരെയാണെങ്കിൽ കുഴപ്പമില്ല. മാതാപിതാക്കൾക്കെതിരെ മക്കൾക്കെതിരെയാണെങ്കിൽ കുഴപ്പമില്ല. ബിമാഹുവ മഹല്ലു തസറുഫിഹി, അതുപോലെ തന്നെ വബിമാഹുവ മഹല്ലു, തൻ്റെ കൈകാര്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ടതിനുള്ള ഷഹാദത്തും തള്ളപ്പെടും. ഇപ്പോൾ തനിക്കെന്തായിട്ടുണ്ട്, ഇന്ന ആൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയിൽ പോയിട്ട് സാക്ഷിക്കാൻ പറ്റുമോ? തനിക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കല്ലേ അതിന് ഉപകാരം കിട്ടുക. അല്ലെങ്കിൽ ആ സാധനം വിൽക്കാൻ എന്നെ വക്കാലത്താക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, അത് കോടതിയിൽ പോയി സാക്ഷി നിന്നാൽ അത് എനിക്കല്ലേ ഉപകാരം കിട്ടുക. അതാണ് ബിമാഹുവ മഹല്ലു തസറുഫി, തൻ്റെ കൈകാര്യ സ്ഥലമായ വസ്തു കൊണ്ട് സാക്ഷി നിന്നാലും തള്ളപ്പെടും. തുറന്നു ഒമിൻ അതുബിൻ, ശത്രുവിൽ നിന്ന് ശത്രുവിനെതിരെയുള്ള സാക്ഷിത്വം തള്ളപ്പെടും. എൻ്റെ ശത്രുവായിട്ട് അറിയപ്പെട്ട ആൾക്കെതിരെ ഞാൻ കോടതിയിൽ സാക്ഷി നിന്നാൽ സ്വീകരിക്കൂല. ഒമിൻ മുബാദിനിൻ, കോടതിയിൽ കേസൊന്നുമില്ലാതെ എന്ത് ചെയ്യുക, വെറുതെ പോയിട്ട് കോടതിയിൽ പോയിട്ട് സാക്ഷ്യം പറയാം, ഇന്ന പരിപാടി നടന്നിട്ടുണ്ട് എന്ന്, അതും തള്ളപ്പെടും. കോടതിയിൽ ചോദിക്കുമ്പോൾ പോയാൽ പോരെ. ഇല്ലാവി ഹക്കി മുഅക്കിദിലില്ല, അള്ളാഹു താലാക്കുള്ള മുഅക്കിദായ ഹക്കിൽ വയ്ക്കുക. അവിടെ പിന്നെ ഷഹാദത്ത് ഹിസ്ബത്ത് എന്ന് പറയാം. കോടതിയിൽ വാദമൊന്നുമില്ലാതെ കോടതിയിൽ പോയിട്ട് യാഥാർത്ഥ്യം ബോധിപ്പിക്കുന്നതിന്, ഞാൻ കണ്ടു കേട്ടു മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുന്നതിന് ഷഹാദത്ത് ഹിസ്ബത്ത് എന്ന് പറയാം. അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ചിട്ട് കൊണ്ടുള്ള ഷഹാദത്ത്. അതിലൊഴികെ മുബാദിറായ കേസ് വരുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ പോയിട്ട് സംഭവങ്ങൾ സാക്ഷിത്വം എന്ന് പറയുന്നതിന് തള്ളപ്പെടും.
ഇല്ലാഫി ഹക്കിൻ മുഅക്കിദിൻ ഇല്ലാഹി തആല. ത്വലാഖ് ഇത്ഖ് പോലെ ഒക്കെ അല്ലാഹു തആലാനെ ഹക്ക് പെട്ടതാണ് ത്വലാഖ് ഇത്ഖൊക്കെ. ഓ തുഖ്ബൽ ബിൻ ഫാസിഖിൻ ബഅദ തൗബത്തിൻ. അപ്പം അതിലിൻ്റെ സഹാദത്തെ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാസിഖിൻ്റെ സ്വീകരിക്കൂല, പക്ഷെ തൗബ ചെയ്താൽ സ്വീകരിക്കും. ഓ തുഖ്ബൽ ബിൻ ഫാസിഖിൻ ബഅദ തൗബത്തിൻ. തൗബ ചെയ്താൽ എന്താവും? സ്വീകരിക്കപ്പെടും. തൗബ ചെയ്താൽ സ്വീകരിക്കപ്പെടും. എന്താ തൗബ? വഹിയ തൗബ നദ്മുൻ. അത് ചെയ്ത തെറ്റിന് മേലെ ഖേദിക്കുക. അള്ളാഹു നമ്മളെ പാപങ്ങൾ പുറത്തു തരട്ടെ. ചെയ്തതിനൊരു ഖേദം മനസ്സിൽ വരണം. പടച്ചോനോടുള്ള തെറ്റാണല്ലോ, പടച്ചോനെ തെറ്റാണ് എന്ന രീതി ഖേദന കേട്ടോ, അല്ലാതെ നരകത്തിലിടുവോ എന്നുള്ള ഖേദമല്ല. തെറ്റാണ്, പടച്ചോനോടുള്ള തെറ്റാണ് എന്ന രീതിയിലുള്ള ഖേദം. ബി ഇഖ്ലായിൻ, അതോടുകൂടെ തന്നെ അതിൽ നിന്ന് സമ്പൂർണ്ണമായി പിന്മാറണം എന്ന നിബന്ധനയോട് കൂടെ. പിന്നെ വഅസ്മിൻ, അവൻ ഉറപ്പിക്കണം എന്ന നിബന്ധനയോടുകൂടെയും. അല്ല യഊദ, ആ തെറ്റിലേക്ക് ഇനി ജീവിക്കുന്ന കാലത്തോളം തിരിച്ചു പോവില്ല എന്ന്. വഖുറൂജിൻ അൻ ളുലാമത്തി ആദമീൻ, ആളുകൾക്ക് നൽകാനുള്ള കടപ്പാടുകളിൽ കൊടുത്തു വീട്ടുക എന്ന നിബന്ധനയോടുകൂടിയും. ഖറജാൻ ളുലാമ എന്ന് പറഞ്ഞാൽ ആളുകൾക്കുള്ള ളുലാമത്തില്ലേ, സാമ്പത്തികമോ സമ്പത്തോ മറ്റോ ഒക്കെ ഉണ്ടാവില്ലേ, അത് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക, അപഹരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ളുലാമത്ത് എന്ന് പറയാം. ആഖിറത്തിൽ കൊടുക്കുന്ന സാധനങ്ങളാണ്. ആഖിറത്തിൽ ഇപ്പം കൊടുത്തില്ലെങ്കിൽ ആഖിറത്ത് ഇയാളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. പിന്നെ നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഖളാ വീട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, വേറെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയാണോ ഗീബത്ത് പറഞ്ഞാൽ അയാൾ പൊരുത്തപ്പെടിക്കുക, ഇതൊക്കെ ളുലാമത്താണ്. പക്ഷേ അയാൾ മരിക്കുക അല്ലെങ്കിൽ നാട്ടിൽ കാണാനില്ലാതെയൊക്കെ ആവുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, ഖേദിക്കുക എന്നുള്ളതാണ് മാർഗം. അസൂയക്കാരനൊക്കെ മാർഗം എന്താ ചെയ്തത്, ആരെ കുറിച്ചാണ് അസൂയ ചെയ്തത് അയാൾക്ക് പൊറുക്കലിനെ തേടുക, അതിൻ്റെ മേൽ ഖേദിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. വസ്തിബറായി സനത്തിന്, ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം തൗബ ചെയ്ത് ഒരു വർഷം കഴിയണം. അപ്പോഴേ എന്താവുള്ളൂ, കോടതിയിൽ സാക്ഷിത്വം സ്വീകരിക്കുള്ളൂ. ഇസ്തിബറാ എന്നതിന് പറയും, ഇസ്തിബറാവു സനത്ത്. ശുരത്തിന് ഷഹാദത്തിൻ ബി ഫിഇലിൻ, പ്രവൃത്തി കൊണ്ടുള്ള ഷഹാദത്തിൽ ഷർത്താണ്. കോടതിയിൽ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുകയാണെങ്കിൽ അവിടെ ഷർത്താണ്, വ്യഭിചാരം പോലെ ഇബ്സാറൻ കാണണം. വബി ഖൗലിൻ, വാക്കുകൊണ്ടുള്ള ഷഹാദത്തിന് ഷർത്താണ്. വാക്കുകൊണ്ടുള്ള ഷഹാദത്ത് പറഞ്ഞാൽ ഇപ്പം വിവാഹം കെട്ടി എന്നുള്ളതിന് ഹുവ കാണലും വസമ്മൻ കേൾവിയും ഷർത്താണ്. അത് സ്ക്രീനിൽ കണ്ടാൽ പോരാ, നേരെ കാണണം കേട്ടോ. കണ്ണില്ലാത്ത ആളത് പറ്റൂല. പക്ഷെ ഒരുത്തൻ പ്രവർത്തിച്ചു, ഞാൻ പ്രവർത്തിച്ചതായി കണ്ടു എന്നാണെങ്കിൽ അവിടെ കാഴ്ച മതി, കേൾവി വേണമെന്നില്ല. അതേമാതിരി പറയുന്നത് കേട്ടു എന്ന രീതിയിലാണ് സാക്ഷിത്വമെങ്കിൽ അവിടെ ഹുവ കാഴ്ചയും വസമ്മുൻ കേൾവിയും ഷർത്താണ്. വലഹു ബിലാ മുആരിദിൻ ഷഹാദത്തുൻ അലാ അസ്ബി വഇതഖി മനികാഹിൻ ബി തസാമുഇ മിൻ ജമിനി യുഅ്മനു കദിബുഹും. അങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അള്ളാഹു നമ്മളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിച്ച് എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ച് നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.